എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ നല്ലോണം കഴുകി ക്ലീനാക്കി വരഞ്ഞു വെക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ പകുതി ചെറുനാരങ്ങ നീര് ഇവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അരമണിക്കൂർ അടച്ചു വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക. 5 സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 15-20 ചെറുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞാലും മതി. പിന്നെ ഇതിലോട്ട് 1 കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് ഇവ ചതച്ചെടുത്തത് ഇട്ട് നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലോണം വേവിച്ചുടച്ചെടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള, കാഷ്യൂ, കിസ്മിസ് എന്നിവ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വറുത്തതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലോട്ട് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം വെച്ച് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ്, പിന്നെ ഉപ്പ് എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ അടച്ചു വെച്ചത് ഇടയ്ക്ക് തുറന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം.
അതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാരങ്ങനീര് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി മല്ലിയിലയും ഇട്ടതിന് ശേഷം തിളപ്പിച്ച് കറക്റ്റ് വേവാകുമ്പോൾ ഊറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ദമ്മിടാം. അതിനൊരു പാൻ വയ്ക്കുക. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് റൈസ് ഇടാം. അതിനുശേഷം അതിലോട്ട് ഇത്തിരി ഗരം മസാല, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, പിന്നെ കിസ്മിസ്, പിന്നെ സവാള വറുത്തത്, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് നെയ്യും ഒഴിച്ച് ചിക്കനും ഇട്ട് ലെയറായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് തീ കുറച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.